നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഓണം ബമ്പർ 30 കോടി ആർക്ക്, ഏത് രാശിക്കാർക്ക്? ഓക്കെ, 2026 സെപ്റ്റംബർ 26 നറുക്കെടുക്കുന്ന BR 111 എന്ന ഓണം ബമ്പർ 30 കോടി ഉച്ചയ്ക്ക് 2 മണിക്ക് നറുക്കെടുക്കുന്നു. ഏത് രാശിക്കാണ് ആ സമയത്ത്, ആ ഷാർപ്പ് ടൈമിൽ, ഉച്ചയ്ക്ക് 2 മണിക്ക് ഏറ്റവും നല്ല സമയം എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ പൊതുവായിട്ട് കുറച്ച് 1-2 കാര്യങ്ങൾ പറയാം, പേടിക്കണ്ട, വലിച്ചു നീട്ടത്തില്ല. ഓക്കെ, ഇപ്പോൾ പൊതുവെ എല്ലാവരും ഒരു പരാതി പറഞ്ഞ് വലിച്ചു നീട്ടുന്നുണ്ട്, ഏറ്റവും ചുരുക്കി അവതരിപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കുമോ? നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏതാണ്? ഓക്കെ, ഭാഗ്യ നക്ഷത്രം, ഭാഗ്യ ഡേറ്റ്, ഭാഗ്യ സമയം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച്. ഇതിപ്പോൾ ഒരു ലോട്ടറിയൊക്കെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരണം. ഓക്കെ, ഒന്നാമത് ഗ്രഹനിലയിൽ അനുകൂലമാണോ ഗ്രഹങ്ങൾ, അത്. പിന്നെ മഹാദശ അനുകൂലമാണോ, അന്തർദശ അനുകൂലമാണോ, പിന്നെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏത് ഡേറ്റിന് നിങ്ങൾക്ക് ഭാഗ്യം കൂടുതലുണ്ടാവും, ഏത് നക്ഷത്രം വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉണ്ടാവും. ഇതൊക്കെ അറിയാൻ ഒരു ജ്യോതിഷനെ സമീപിക്കുക, അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ പറഞ്ഞതൊക്കെ വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്, തിരക്കാണ്, രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വാട്സാപ്പ് നമ്പർ പറയാം, പക്ഷേ ഫോൺ വിളിക്കരുത്, മെസ്സേജ് അയക്കാം. ഓക്കെ, 9847291363. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ രാശി ഇതിനകത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും ഈ രാശി വന്നാലും മതി. അത് മാത്രമല്ല, രാശി മാത്രമല്ല, ലഗ്നവും. നിങ്ങൾക്ക് നിങ്ങളുടെ ലഗ്നം അറിഞ്ഞുകൂടാമെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ, ജ്യോതിഷപരമായിട്ടുള്ള ഏത് സംശയത്തിന് എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. പിന്നെ ഇതിനകത്ത് നിങ്ങളുടെ രാശി അല്ലെങ്കിൽ ലഗ്നം വരുന്നില്ലെങ്കിലും നിങ്ങളുടെ കുടുംബ അംഗങ്ങളിലെ ആർക്കെങ്കിലും ഈ പറയുന്ന രാശികളോ ലഗ്നങ്ങളോ വരികയാണെങ്കിൽ സാധ്യതയാണ്. 500 രൂപയാണ്, 50 രൂപയല്ല, 500 രൂപയാണ്. സൂക്ഷിച്ചും കണ്ട് ചിലവാക്കുക. അത് ഏത് ദിവസം ഏത് ടൈമിൽ എടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പരമാവധി നമുക്ക് സേഫായിട്ട് ഒരു കളി കളിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഭാഗ്യ നമ്പറുകൾ, അന്നത്തെ ദിവസത്തെ ഭാഗ്യ നമ്പറുകൾ നോക്കാം. ഓക്കെ, ഞാൻ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 40 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 26/9/2026 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 9 അപ്പോൾ ഈ 9 വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. 8 കയറി ഒരു കളി കളിക്കും. 9 8ന് പാസ് ചെയ്യും, 8 ഗോൾ അടിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. 9 8 അന്നത്തെ ദിവസം ഉറപ്പാണ് പ്രാധാന്യമുള്ള നമ്പർ, ഏറ്റവും ഭാഗ്യമുള്ള നമ്പറുകളാണ് ബമ്പർ എടുക്കുന്ന ദിവസം. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 9ഉം 8ഉം. പിന്നെ വരുന്ന ഭാഗ്യസംഖ്യകൾ അടുക്കിന് പറയാം. 6 2 0 3. ഓക്കെ, അപ്പോൾ ഒന്നാം സമ്മാനത്തിൽ 30 കോടി അടിക്കുന്ന ടിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സാധ്യത, അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നമ്പറുകൾ ഇതൊക്കെയാണ്: 9 8 6 2 0 3. ഇവയുടെ എത്ര കോമ്പിനേഷൻ വരുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ ഒന്നാം സമ്മാനം ഇതിനായിരിക്കും 98 62 03. അതേസമയം 30 26 89 ഈ നമ്പറുകൾ തിരിച്ചിട്ടാലും സാധ്യത. ഇതുപോലെ കോമ്പിനേഷൻ എത്ര വരുമെന്ന് ഒരു പിടിയില്ല.
6 നമ്പറുകൾ, ഈ നമ്പറുകൾ വരുന്ന ടിക്കറ്റുകൾ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ ഒന്നിനും ഒരു സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് 7 നമ്പറായി, പിന്നെ 3 നമ്പറുകൾ ബാലൻസ്. അത് ഞാൻ പറയുന്നത് BR 111. ഓക്കെ, അതിനകത്ത് 111. ഓക്കെ, പിന്നെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറുകളിൽ 3 പെടുന്നുണ്ട്. 111, അത് 3 കൂടെ കൂട്ടുമ്പോൾ 3 വരും. അപ്പോൾ അതിനും സാധ്യതയാണ്. അപ്പോൾ 3 വന്നാൽ 6നും 9നും സാധ്യതയാണ്. ഓക്കെ, ഈ പറയുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, ഈ പറഞ്ഞ നമ്പറുകളിൽ ഏറ്റവും കൂടുതൽ നമ്പറുള്ള ടിക്കറ്റുകൾ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ദിവസവും ഇടുന്ന ലോട്ടറി ഫലങ്ങളിൽ, ഭാഗ്യ നമ്പറുകളിൽ നമ്മൾ 10 ഭാഗ്യ കോമ്പിനേഷൻ നമ്പറുകൾ പറയുന്നുണ്ട്. അതിൻ്റെ 24 കോമ്പിനേഷൻ വീതം എന്ന് പറയുമ്പോൾ 240 കോമ്പിനേഷൻ നമ്പർ, 4 നമ്പറുകളാണ് ഞങ്ങൾ എല്ലാ ദിവസവും പറയുന്നത്. അതൊക്കെ മിക്കവാറും എല്ലാം വീഴുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള 40, 38 ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ 10 കോടിയുടെ ബമ്പറിൽ അടിച്ചിരുന്നു. ബാക്കിയൊന്നും ഞാൻ വിശകലനം ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം ധനഫലം ഈ ദിവസവും ഇടുന്ന ലോട്ടറി ഫലത്തിൽ ഞാൻ ഇടാം. ഓക്കെ, വീഡിയോയിൽ ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, എല്ലാ ദിവസവും സാധ്യതയുള്ള കോമ്പിനേഷൻ നമ്പറുകൾ, 4 നമ്പറുകൾ 5198 ആണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഈ 5198 നോക്കുക, ഇതിൻ്റെ 24 കോമ്പിനേഷൻ, 2 കോമ്പിനേഷൻ ഞാൻ പറയാം. 8915, 1985, ഇതുപോലെ 24 കോമ്പിനേഷൻ 5198-ൻ്റെ, 5198-ൻ്റെ 24 കോമ്പിനേഷൻ ബമ്പറിൽ മാത്രമല്ല ഏതൊരു ദിവസവും അടിക്കാം. പിന്നെ ഈ 5198-നകത്ത് 5ഉം 1ഉം ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഭാഗ്യ നമ്പറുകളുടെ കൂട്ടത്തിൽ. ഓക്കെ, എന്നാൽ തന്നെയും അത് ഉൾപ്പെടെ സാധ്യതയാണ്. പിന്നെ 4792, അതിൻ്റെ 4ഉം 7ഉം ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അതിനും സാധ്യതയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു വരുമ്പോൾ എല്ലാ നമ്പറിനും സാധ്യതയാണോ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഞാൻ ആവർത്തിക്കാം, 986203. അപ്പോൾ ഇതില്ലാതെ എന്തായാലും ആ നമ്പർ വരില്ല. ഇപ്പം കഴിഞ്ഞ ബമ്പറിൽ എനിക്ക് 4 നമ്പറുണ്ടായിരുന്നു. 6 നമ്പറിൽ 4 നമ്പർ ഞാൻ എടുത്ത ടിക്കറ്റിനകത്തും ഉണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയില്ല, മറ്റൊരു ദിവസം അത് പറയാം. അപ്പോൾ 5198, 4792, 72, 19, 51, 93, 1963, 34, 47, 16, 40, 38 കഴിഞ്ഞ ബമ്പറിലുണ്ടായിരുന്ന നമ്പറാണ്. ചെറിയ സമ്മാനം 51, 99, 30, 29. ഓക്കെ, ഇതിനകത്ത് തന്നെ ഒരു നമ്പർ മേലോട്ടോ താഴോട്ടോ പോരാ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പോൾ 5198-ന് പകരം 6198 വരാം, 5197 വരാം, 5298 വരാം. ഓക്കെ, അതുപോലെ നോക്കുക ഈ 10 പ്രധാനപ്പെട്ട കോമ്പിനേഷൻ നമ്പറുകൾ. പിന്നെ അന്നത്തെ ദിവസം വീഴാൻ സാധ്യതയുള്ള 4 നമ്പറുകൾ, ചെറിയ സമ്മാനങ്ങൾ, അതിനുള്ള സാധ്യതയുള്ള നമ്പറുകൾ പറയാം. 9862, ഇതിൻ്റെ 24 കോമ്പിനേഷൻ. ഓക്കെ, 8620, ഇതിൻ്റെ 24 കോമ്പിനേഷൻ. 6203, ഇതിൻ്റെ 24 കോമ്പിനേഷൻ. 3028, 0286, 9631. ഓക്കെ, ഇതിനൊക്കെ സാധ്യതയാണ്. ഇതിൻ്റെ 24 കോമ്പിനേഷൻ സാധ്യതയാണ്. അപ്പോൾ നമുക്ക് രാശികൾ ഏത് രാശിക്കാണ് അടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങളുടെ രാശി ഇല്ലെങ്കിലും ലഗ്നം നിങ്ങളുടെ വരികയാണെങ്കിൽ, ഈ രാശികളിൽ ഏതെങ്കിലും ഒരെണ്ണം വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യത. അതുപോലെ തന്നെ കുടുംബ അംഗങ്ങളുടെയും രാശിയും മറ്റ്
ലഗ്നവും നോക്കുക. അതിലേതെങ്കിലും ഒരാൾക്ക് ഇത് സാധ്യത ഞാൻ 4 രാശിക്കാരാണ് പറയുന്നത്. അതിലേതെങ്കിലും ഒരു രാശിയോ ലഗ്നമോ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് 500 രൂപ ചിലവാക്കാം. ഓക്കെ, അപ്പോൾ രാശിക്കാരുടെ കാര്യം നോക്കാം. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാശിക്കാരുടെ കാര്യം അവസാനം പറയാം, ഒരു സസ്പെൻസ് കിടക്കട്ടെ. ഓക്കെ, 4 സ്ഥാനക്കാരുടെ കാര്യം ആദ്യം പറയാം, പിന്നെ 3, 2, 1 ഇങ്ങനെ പറയാം. അപ്പോൾ 4 സ്ഥാനം ഞങ്ങൾ നൽകുന്നത് ധനുരാശിക്കാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശി, ധനുലഗ്നം. 3 സ്ഥാനം ഞങ്ങൾ നൽകുന്നത് മിഥുനം രാശിക്കാണ്. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യം 3 പാദം. മിഥുനം രാശിയും മിഥുന ലഗ്നവും. 2 സ്ഥാനം നൽകുന്നത് തുലാം രാശിക്കാണ്. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യം 3 പാദം. ഓക്കെ, എൻ്റെ രാശിയാണ് ഈ തുലാം രാശി, പക്ഷേ ഞാൻ കർക്കിടകം ലഗ്നമാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ചാൻസ് കുറവാണ്. അത് മാത്രമല്ല, എൻ്റെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല. അതുകൊണ്ട് പ്രയാസം ഇതൊക്കെ നമ്പർ 1 അടിക്കാം. പിന്നെ തുലാരാശി ഇപ്പോൾ ഇച്ചിരി മെച്ചപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് എന്തെങ്കിലും ചെറിയ സമ്മാനം വല്ലതും അടിക്കാം. പിന്നെ ഇപ്പോൾ അതൊക്കെ എൻ്റെ വീട്ടിൽ കർക്കിടക ലഗ്നക്കാരാണ് 3 പേര് പോയി. കർക്കിടക ലഗ്നക്കാർക്ക് അഷ്ടമത്തിലാണ് രാഹു, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യം 3 പാദം. ഓക്കെ, പിന്നെ 1 സ്ഥാനം കിട്ടുന്ന രാശി ആര്? ഏത് ലഗ്നം? അവർക്ക് അന്നത്തെ ദിവസം ഈ നറുക്കെടുപ്പ് തീയതിയിൽ നറുക്കെടുക്കുന്ന 2 PM ഗ്രഹനില എടുത്തപ്പോൾ അവർക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്, ഡയറക്റ്റായിട്ട് അനുകൂലമാണ്, സർപ്പവിശുദ്ധി ഉൾപ്പെടെ. തുലാം രാശിക്ക് 6 ഗ്രഹങ്ങളെ അന്ന് അനുകൂലമുള്ളൂ. സൂര്യനും ബുധനും പ്രതികൂലമാണ്. അതേസമയം കന്നി രാശിക്ക് 7 ഗ്രഹങ്ങൾ അനുകൂലമാണ്. കന്നി രാശിക്കാണ് 1 സ്ഥാനം നമ്മൾ പറയുന്നത്. കന്നി രാശി എന്ന് പറയുന്നത് ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. അപ്പോൾ കാര്യം കഴിഞ്ഞു. 12 മിനിറ്റ് ഞാൻ എടുത്തുള്ളൂ, വലിച്ചു നീട്ടിയില്ല. ഓക്കെ, എല്ലാവർക്കും വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും എല്ലാ ദിവസവും ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത ഉണ്ടാവട്ടെ. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനങ്ങളെങ്കിലും അടിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.